ഇന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു പണിയേ ഉള്ളൂ. ഒരു ചിക്കൻ കറി ഉണ്ടാക്കും. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, നമുക്ക് അവനെ ഇന്ന് കറിയാക്കാം. എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അത്ര എളുപ്പമല്ല, നല്ല ഉണ്ടാക്കാം. ഫ്രീസറിയിരുന്ന കേട്ടോ ചിക്കൻ ഏകദേശം ഒരു 1 കിലോളുണ്ട്. ഒരു 4 സവോള, ഒരു ഇഞ്ചി കഷ്ണം, ഒരു കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, കുറച്ച് ഉണക്കമുളക്, ഇച്ചിരി തേങ്ങ വേണം, അത് പുളി എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ കറിവേപ്പില. ബാക്കി മസാലാസ് ഞാൻ പിന്നീട് എടുക്കാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യാം. എൻ്റെ കളർ നോക്കണം കേട്ടോ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഈ വെള്ളത്തിൽ എന്തിനറിയോ, അരിയുമ്പം കണ്ണ് നിറായിരിക്കും. ഇപ്പം തന്നെ നിറാൻ തുടങ്ങി. ഞാൻ വെളുത്തുള്ളി കൂടുതലിടും, വേറെ എന്തിനല്ല, അത് മുറിക്കാതിടും. ഇവിടുത്തെ ചിക്കന് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. മതി, അത് മതി. ഈ ചെയ്യുന്ന അന്നേരം തന്നെ ക്ലീനാക്കിയാണല്ലോ, തമിഴോതിലെടുന്ന് തെറിയാക്കേണ്ടി വരില്ല. അങ്ങനെ സവാള അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേണ്ടത് ഇഞ്ചി അരിഞ്ഞെടുക്കാം. പൂളി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചാണ് ഞാൻ. പാകാൻ റെഡി. വെളുത്തുള്ളി കഴുകി വാരി വെച്ചു. കത്തി കൊണ്ടുള്ള കളിയാണ്, കൊണ്ട് പൊടിച്ച് കളിക്കാം. പിന്നെ ഇങ്ങനെ ഇതിലേക്ക് കറിവേപ്പില. ഓള് കറിവേപ്പില വെച്ചിരിക്കുന്നതാണ്, എന്നാലും അതൊരു ഇങ്ങോട്ട് വെക്കാം. ഉണ്ട് 4. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കറിവേപ്പില, ഇച്ചിരി തേങ്ങാപ്പൂള്, കുറച്ച് ഉണക്കമുളക്. ഇത് എടുത്തിങ്ങോട്ട് വെക്കാം. സവോള അരിഞ്ഞത്, ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി, പച്ചമുളക്. ഒരു കാര്യം കൊണ്ട് തക്കാളി ഇങ്ങനെ കീറി ഈ പാത്രത്തിൻ്റെ ഈ മുകളിലേക്ക് വെക്കാം. സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. തേങ്ങക്കൊത്ത്, കറിവേപ്പില, ഉണക്കമുളക്, സ്വന്തം പറമ്പിലെ മറ്റേ റവർക്കാല കേട്ടോ, പിന്നെ അതിന് പറഞ്ഞവർ കറുവപ്പട്ട, ഗ്രാമ്പൂ, 2-3 കഷ്ണം ഏലക്ക. എന്നാൽ പിന്നെ നമുക്കിനി ഫയർ കൊണ്ടുള്ള കളി കളിക്കാം. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ തീക്കിളി ഇവിടെ തുടങ്ങാം. ആദ്യം കത്തിച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പോഴല്ല തീക്കിളി ആയത് സുഹൃത്തെ. സാധാരണ ഉള്ളി വെക്കുമ്പോൾ അടുപ്പില വെക്കണം കേട്ടോ, അത്ര വെട്ടമില്ല. അതുകൊണ്ട് നിങ്ങളിതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനും അങ്ങനെ വെള്ളമൊക്കെ പറ്റി എണ്ണ ഇച്ചിരി എണ്ണയൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ല മഴ പെയ്യുന്നു, നല്ല കാലാവസ്ഥ. അപ്പോൾ എണ്ണ ചൂടായി, ഞാൻ ഇത്ര ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേറെ ടേസ്റ്റ് കൊടുക്കും കറിക്ക്. എൻ്റെ ഇഷ്ടമാണ് കേട്ടോ, ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇട്ടാലും ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ. അടുത്തത് തേങ്ങാക്കൊത്ത്. ഇപ്പോൾ അറിയാം ചൂടായില്ല. ഇനി ഉരുളി ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ചൂടായ പിന്നെ അങ്ങ് എരിഞ്ഞ് നിന്നോളും. ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉണക്കമുളക് അങ്ങോട്ട് കൊടുക്കാം. ഇതേ
പണ്ട് ഞാൻ കടൽ വറക്കാൻ പോകുന്നുണ്ട്. അന്നേരം ഇങ്ങനെ കേൾക്കട്ടെ. ആഹാ, പഴയ ഓർമ്മകൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടപ്പാ. ഓക്കെ, അത് റെഡി. മസാലയുടെ ഇട്ട് നമുക്ക് പിന്നെ എളുപ്പം മൂക്കും ഉണ്ട്. ചൂടായിട്ടിറങ്ങി ഇനി വേണ്ട നമ്മുടെ കറിവേപ്പിലയുടെ 2 കഷ്ണം എടുത്തിട്ട് ഇന്നോടൊന്ന് വാർത്താൻ കൊടുക്കണം. ഇപ്പോൾ ഒരു വേറിട്ട മണം അടിക്കും. റെഡി. ഇനി സവാള എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ നാട്ടിൽ സവോള എന്ന് പറയും. സവോള, ഒണിയൻ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതിനകത്ത് ഞാനൊരു മണ്ടത്തിനെ കാണിച്ചു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിടാൻ മറന്നുപോയില്ലേ? സാരമില്ല, എന്തായാലും കാര്യമില്ലേ. ഇത് ഞങ്ങളുടെ ഏരിയ കുക്കിങ്ങാണ്, പ്രവാസി കുക്കിംഗ്. എനിക്ക് പ്രത്യേക റൂൾസൊന്നുമില്ല. ഇത് എളുപ്പം വഴറ്റി കിട്ടണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനേതായാലും ഉപ്പിടാൻ കൊടുക്കില്ല, എനിക്ക് വേണ്ടി തിരക്കൊന്നുമില്ല. അതുകൊണ്ടാണ്. വീഡിയോയിലെല്ലാം കിട്ടുന്നുണ്ടാവുമോ? ഇല്ലെങ്കിൽ നമുക്ക് നാളെ പിന്നെ ചെയ്യാം. അതുകൊണ്ടാണ് സവാളയോടെ നമുക്ക് ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇത് ഒന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരടപ്പുണ്ട്. ഇത് തന്നെ അടച്ചെടുക്കാം. എന്തോ പിടിയൊക്കെ ഉണ്ടാ, പ്ലാസ്റ്റിക്കാൻ കൈ കൊള്ളും. ഇതാകുമ്പോൾ കൈ കൊള്ളില്ല. അതുകൊണ്ടാണ് ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ അവസാനം എവിടെയോ പോയി. നമുക്ക് ഉപയോഗിക്കണമല്ലോ. ഈ 2 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇതിനിടാനുള്ള മസാലകൾ എടുക്കാം. അതല്ലേ എൻ്റെ ശരി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അത് തന്നെയാണ് എൻ്റെ ശരി. ഇന്നലത്തെ മഞ്ഞൾപ്പൊടി എക്സ്പെരിമെൻറ്റിന് ശേഷം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അന്നേരം പോവും. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊരു കാര്യം ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇത് കുറച്ച് ഇത്ര ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതുകൊണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 2 3 ആദ്യം ഞാൻ തൊട്ടു 3 ചിക്കട്ടോ. ആദ്യം ഞാൻ തൊട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 സ്പൂൺ കാശ്മീരിയാണ്. 3 2 പക്ഷെ മനസ്സിലായില്ലേ? എനിക്ക് മാത്രം മനസ്സിലായി. ചിക്കൻ മസാല, തട്ടി പ്രധാന മതി. നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പ് ചേർക്കണം. തീ കൊടുക്കാം. മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ചെറുതായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. പൂട്ടാട്ടോ മൂത്ത്. ഇനി ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. മൂത്ത് ചമച്ചു. ഇപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതേ ചെക്കൻ അവന് ഡെയിലി സ്കൂളിൽ വറുത്തത് കൊണ്ടുപോകണം. എൻ്റെ ആഗ്രഹമല്ലേ. അങ്ങനെ വറക്കാൻ പറ്റാത്ത കഷ്ണങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അവൾ. മുറിച്ചിട്ട് പോലില്ല. ഇനി നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് അങ്ങോട്ട് വരട്ടെ.
നിങ്ങളതൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കുന്നത്. കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, നല്ല മഴ. അപ്പോൾ അന്നേരം വീട്ടിൽ ഇരുന്ന് വെച്ച് ചിക്കൻ. വലിയ കുക്കൊന്നുമല്ല, എന്നാലും ശ്രമിക്കും. നോക്കാം. ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ടേ. ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകല്ല കുഞ്ഞാപ്പൂ. പിന്നെ ഒന്നുകൂടെ നടച്ചേക്കാം. അടുക്കള എന്നുള്ള വ്യൂ കേട്ടോ. പ്ലാവ് ഒന്ന് ഒരു കൈ ഒടിഞ്ഞു പോയി. കണ്ടോ മഴയത്തും ചക്ക നിൽക്കുന്നേ. ചക്ക ഉണ്ടാക്കിയാലോ? പിന്നെ ഉണ്ടാക്കാം. തുറന്നു നോക്കട്ടെ. ആഹാ ഹാ, വെന്തില്ല കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇവനെ നമുക്ക് പാറ്റിച്ചെടുക്കണം. ഈ വെള്ളം പറ്റുമ്പോഴത്തേക്കും സാധനം സൂപ്പറായിട്ട് വെന്തിരിക്കും. വേഗണം. പിന്നെ കമത്തി പൊത്തി മൂടിക്കെട്ടി വെച്ചു. നമുക്ക് ഇവനെ ഒന്ന് പൊക്കി നോക്കിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെക്കാം. ആഹാ ഹാ ഹാ, ക്യാമറ കുഴപ്പമില്ല. വെള്ളമൊന്നും പറ്റിയിട്ടില്ല. ഈ വെള്ളം പറ്റാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഉപ്പിട്ട് കൊടുത്താൽ മതി. വെള്ളം സടസടേന്നങ്ങ് പറ്റും. ഉപ്പിൻ്റെ അളവ് കൃത്യം ഞാൻ പറഞ്ഞുതരാം. ആവശ്യത്തിന്. ഉപ്പ് നോക്കട്ടെ. പാൻ്റെ കരളേ. നമുക്ക് ഒന്നുകൂടി ഇവനെ ഒന്ന് പൊത്തി വെച്ച് വേവിക്കാം. എന്നാൽ പിന്നെ നമുക്കൊന്നുകൂടെ സിറ്റുവേഷൻ ഒന്ന് അവലോകനം ചെയ്യാം. നോക്കട്ടെ. പൊളി സാധനം. ചാറോടുകൂടി കഴിക്കേണ്ടവർക്ക് ഈ സമയത്ത് ഇവിടെ നിർത്തി ഇച്ചിരി കറിവേപ്പിലയും കുരുമുളക്, ഗരം മസാല ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പില മുകളിലേക്ക്, കരിയാപ്പില നമ്മുടെ നാടൻ ഭാഷ കേട്ടോ, കറിവേപ്പില ആഡ് ചെയ്തു. കുരുമുളക് പൊടി, പിന്നീട് കുറച്ച് ഗരം മസാല. കമ്പനി നോക്കണ്ട കേട്ടോ, ഒന്ന് തൂളിയാണ് ഇട്ടല്ല ആദ്യം. എന്നിട്ട് ഇളക്കി വെച്ചിട്ട് പെരിങ്കുമിൻ സീഡ്സ് വേണം. അപ്പം ഇതിൻ്റെ അടിക്ക് പിടിക്കല്ലേ. ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് ആഡ് ചെയ്യണം. പെരിഞ്ചീരകം ഞാനത് ആഡ് ചെയ്യുന്നില്ല, വേറെ ഒന്നുകൊണ്ടല്ല, കണ്ടില്ല. ഇത് ആഡ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, നല്ല കുത്തിരി ചോറ്, ചാക്കരിയും സഹിക്കാം കേട്ടോ. അതുകൂടി ഇട്ട് കഴിക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെന്നാലും കേട്ടോ.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്, നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കറിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ടേക്കുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഇടും. കാരണം പുറത്ത് നല്ല മഴയാണ്, പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പം വൺസ് അഗൈൻ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. താങ്ക് യു. സ്റ്റൗ ഓഫ്. കറി അട. ഇനി നമുക്ക് പാത്രം കഴുകി സുഖമായിട്ട് ജീവിക്കാം.